ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നീണ്ടകര എന്ന നോവലാണ്. അതിൻ്റെ 22ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കടലിന് മുകളിൽ സൂര്യൻ തിളച്ചു. കാതറിൻ ഉൾക്കടലിലെത്തി. ഒരു വാശി പോലെ പിന്നെയും തുഴയുകയാണ് അവൾ. എന്തായാലും ഇന്നൊരു മീനിനെയും കൊണ്ടേ മടങ്ങത്തുള്ളൂ എന്ന് അവൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് അവൾ വളരെ രസകരമായ ഒരു കാഴ്ച കണ്ടു. ഉൾക്കടലിലെ കുഞ്ഞോളങ്ങളിൽ ചാഞ്ചാടി കളിക്കുന്ന ലക്ഷക്കണക്കിന് മത്തിക്കുഞ്ഞുങ്ങൾ. കഷ്ടിച്ച് അരയിഞ്ചോളം നീളം വരുമായിരിക്കും അവയ്ക്ക്. ഈ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ട്രോളിംഗ് നിരോധിച്ചിരിക്കുന്നതെന്ന് അവൾ ഓർത്തു. ചാളത്തടി അടുത്ത് ചെന്നപ്പോൾ മീൻ കുഞ്ഞുങ്ങൾ വെള്ളത്തിലേക്ക് താണു. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അവൾ ചൂണ്ടയിൽ ഇരകോർത്തെറിഞ്ഞു. ചൂണ്ടക്കയർ ചാളത്തടിയിൽ മുറുക്കി കെട്ടിയിട്ടു. തനിക്ക് നല്ലൊരു കോള് തരണേയെന്ന് അവൾ കടലമ്മയോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചു. ചൂണ്ടയിൽ ഇര കുരുങ്ങിക്കാണാൻ കാത്തിരിക്കുമ്പോൾ കാതറിൻ ഓർത്തു, അല്പം സാഹസമല്ലേ താൻ കാട്ടിയതെന്ന്. കണ്ണെത്തുന്ന ദൂരത്തോളം ഒരൊറ്റ വഞ്ചിയോ ചാളത്തടിയോ കാണാനില്ല. സമയം പിടഞ്ഞു വീണുകൊണ്ടിരുന്നു. കാതറിൻ തടിയിൽ കെട്ടിവെച്ചിരുന്ന സഞ്ചിയിൽ നിന്നും കുപ്പിവെള്ളം എടുത്ത് കുടിച്ചു. പെട്ടെന്ന് ചൂണ്ടക്കയറിലെ തടിയൊന്നനങ്ങി. കുപ്പി സഞ്ചിയിൽ തിരികിട്ട് അവൾ കരുതിയിരുന്നു. അടുത്ത നിമിഷം ശക്തിയിൽ തട താണുപോയി. കാതറിൻ ചൂണ്ടക്കയറിൽ പിടിച്ചു വലിച്ചു. ഒരിഞ്ച് മുന്നോട്ട് വരുന്നില്ല. അവളുടെ നെറ്റി ചുളിഞ്ഞു. തെല്ലു മുന്നിൽ ജലം വല്ലാതെ ഒന്നിളകി. ഞെട്ടിത്തിരിഞ്ഞ് അവൾ നോക്കുമ്പോൾ മിസൈൽ പോലെ എന്തോ ജലത്തിന് മുകളിലേക്ക് കുതിച്ചു മറിഞ്ഞു. ജലം ഇരുഭാഗത്തേക്കും തെറിച്ചു. രണ്ട് തിരമാലകൾ പോലെ, മിന്നൽ പോലെ താൻ കണ്ടത് ഒരു കൊമ്പൻ സ്രാവിനെയാണെന്ന് ഞെട്ടലോടെ അവൾ അറിഞ്ഞു. തൻ്റെ ചാളത്തടിയുടെ ഇരട്ടി വലിപ്പം വരും അതിന്. അപകടം. കാതറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പേ ചാളത്തടി വട്ടം കറങ്ങി. ഒരു വൃത്തം പോലെ ആ സ്രാവിൻ്റെ മേൽച്ചിറക് ജലപ്പരപ്പിൽ അവൾ കണ്ടു. മാതാവേ, അവൾ നിലവിളിച്ചു പോയി. പക്ഷെ അത് പൂർത്തിയാക്കും മുമ്പേ കാതറിൻ ചാളത്തടിയിലെ പിടിവിട്ട് കടലിൽ തെറിച്ചു വീണു. ആ കൂറ്റൻ സ്രാവ് ചാളത്തടിയെ വട്ടം കറക്കുകയാണ്. തൻ്റെ മരണം ആസന്നമായിരിക്കുകയാണെന്ന് കാതറിന് ഉറപ്പായി. മരിച്ചുപോയ തൻ്റെ അമ്മ ത്രേസ്യാമ്മയെ അവൾ ഓർത്തു. മിന്നൽ പോലെ ഔസേപ്പിൻ്റെയും മോസസിൻ്റെയും തൻ്റെ സഹോദരങ്ങളുടെയും മുഖങ്ങളും മനസ്സിലോർത്തു. തനിക്ക് ചുറ്റും ശക്തിയിൽ ജലമിളകുന്നത് അവൾ അറിഞ്ഞു. ഒരുപക്ഷെ സ്രാവ് തന്നെയും ആഹാരമാക്കിയേക്കാം. താണുകൊണ്ടിരുന്ന അവൾ എന്തായാലും സർവശക്തിയും സമാഹരിച്ച് മേലെ കാഞ്ഞു തുഴഞ്ഞു. ജലപ്പരപ്പിലെത്തിയപ്പോൾ ഒരു നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. കൊടുവാൾ പോലെ വീശിക്കറങ്ങി വരുന്നു ചാളത്തടി. പെട്ടെന്ന് അവൾ വെള്ളത്തിലേക്ക് അമർന്നു. അവൾക്ക് പുറത്തുകൂടി തടിയുടെ ആഗ്രഹം തെന്നിപ്പോയി. അല്ലെങ്കിൽ അത് വന്നിടിച്ച് അവളുടെ ശിരസ് രണ്ടായി പിളർന്നു പോയനെ. പിന്നെ അവൾ കണ്ടത് ചാളത്തടിയുമായി മുന്നോട്ട് കുതിക്കുന്ന കൊമ്പനെയാണ്. തടി പോയാൽ പിന്നെ ഒരിക്കലും തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞൊടിയിടയിൽ അവൾ മുന്നോട്ട് ആഞ്ഞു തുഴഞ്ഞു. പിന്നിലേക്ക് ഒരു കയറ് വലിഞ്ഞു കിടക്കുന്നത് കണ്ടു. താൻ കെട്ടിയെറിഞ്ഞിരുന്ന മറ്റൊരു ചൂണ്ടക്കയറാണെന്ന് അതെന്ന് അവൾക്ക് ബോധ്യമായി. അവൾ അതിൽ ചാടിപ്പിടിച്ചു. മുന്നിൽ ചൂണ്ടയുമായി കൊരുത്ത കൊമ്പൻ, അതിന് പിന്നിൽ ചാളത്തടി, ഏറ്റവും പിന്നിൽ കാതറിൻ. കടൽപ്പരപ്പിലൂടെ മിന്നൽ പോലെ നീങ്ങുകയാണ് മൂന്നും. താൻ തടിപ്പുറത്ത് കയറിപ്പറ്റിയില്ലെങ്കിൽ അപകടമാണെന്ന് കാതറിനറിയാം. ഇതുപോലെയുള്ള ഒരു സ്രാവ് കൂടി പിന്നാലെ വന്നാൽ സ്രാവുകൾ കൈകാലുകളും കടിച്ചു മുറിച്ചെടുത്ത് പലരെയും അവൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ജലപ്പരപ്പിലൂടെ പോകുകയെന്ന സ്രാവ് നേരെ അടിയിലേക്ക് ഊളിയിട്ടു. ചാളത്തടിയുടെ 1/3 ഭാഗമേ വെള്ളത്തിലേക്ക് താന്നുള്ളൂ. പിന്നീട് കുറേ നേരം ആ നിലയിൽ മുന്നോട്ടു. ഇതിനിടയിൽ കയറിൽ കൈമാറിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങിയ കാതറിൻ ചാളത്തടിയുടെ അരികിലെത്തി. വല്ലവിധേനയും അതിൽ പിടിച്ചു കയറി. എങ്കിലും ആശ്വസിക്കാറായിട്ടില്ല. കൊമ്പൻ്റെ കയറ് അറുത്ത് കളയേണ്ടതാണ് ബുദ്ധി. സഞ്ചി ചാളത്തടിയിൽ കെട്ടിവെച്ചിരിക്കുന്നതിനാൽ അത് അതിലുണ്ടായിരുന്നുള്ളൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. കരുതലോടെ നിന്നുകൊണ്ടവൾ കത്തിയെടുക്കാൻ ഭാവിക്കായിരുന്നു. പെട്ടെന്ന് ചാളത്തടിയുടെ മുന്നോട്ടുള്ള പോക്കിൻ്റെ വേഗത കുറഞ്ഞു. കാതറിൻ നെറ്റി ചുളിച്ചു നോക്കി. വെള്ളത്തിലേക്ക് താണിരുന്ന ചാളത്തടിയുടെ ഭാഗം ഉയർന്നു വന്നു. സ്രാവ് ചത്തുമലച്ചോ അതോ ചൂണ്ടക്കയറ് പൊട്ടിച്ചു കടന്നു കളഞ്ഞോ? അടുത്ത നിമിഷം കടൽ പിളർത്തിക്കൊണ്ടൊരു സ്രാവ് ഉയർന്നു വന്നു. അത് വായി തുറന്നിരിക്കുന്നു. ചൂണ്ടക്കയർ വയറ്റിലേക്ക് പോയിരിക്കുന്ന ഒരു മിന്നായം പോലെ അവൾ കണ്ടു. സ്രാവിൻ്റെ പല്ലുകളും. ഒരു ചെറിയ യുദ്ധവിമാനം കുതിച്ചു വരുന്ന പോലെ ഒറ്റ കുതിപ്പായിരുന്നത്. കാതറിൻ തലയിൽ കൈവച്ചുകൊണ്ട് ചാളത്തടിയിലേക്കിരുന്നു. അവൾക്ക് മുകളിൽ തന്നെ ആ സ്രാവ് ചാളത്തടിക്കപ്പുറം വെള്ളത്തിൽ വന്ന് പതിച്ചു. അവിടെ ജലത്തിൽ ചോരയുടെ നിറം കലർന്നിരുന്നു. സ്രാവ് ഒരു വശത്തേക്ക് ചെരിയുന്നതും താണു പോകുന്നതും കണ്ടപ്പോൾ കാതറിൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. എന്നാൽ വെട്ടിപ്പിടിച്ച് പിന്നെയും അത് മേലേക്ക് വന്നു. പിന്നെ താഴേക്ക് പോയി. ഇതൊരു 4-5 ആവർത്തി നടന്നു. അതിനിടയിൽ
കാതറിൻ തുഴയ്ക്കായി ചുറ്റും നോക്കി. അത് ചാളത്തടിയിലുണ്ടായിരുന്നില്ല. മാതാവ്, ഞാൻ എങ്ങനെ കരപറ്റും? അവൾ കരഞ്ഞുപോയി. എത്ര കിലോമീറ്ററോളം തുഴഞ്ഞാൽ കരയിലെത്തും? സൂര്യൻ മറയുവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ കൂടിയേ ബാക്കിയുള്ളൂ. വിവശയായി അവൾ ചുറ്റും കണ്ണെത്താ ദൂരത്തിലേക്ക് നോക്കി. ഒരു വെള്ളമോ ചാളത്തൊടിയോ കാണാനുണ്ടോ? പെട്ടെന്ന് അവളുടെ മുഖം വിടർന്നു. കറുത്ത പൊട്ടുപോലെ എന്തോ ഒന്ന്. അതൊരു വെള്ളമാണെന്ന് അവൾക്ക് തോന്നി. ഹിമചലിപ്പിക്കാതെ അതിലേക്ക് തന്നെ നോക്കി അവളിരുന്നു. വെള്ളം തന്നെ. അതിലിരുന്ന ടെലസ്കോപ്പിലൂടെ ചുറ്റും ശ്രദ്ധിക്കുകയായിരുന്നു ഒരാൾ. അവളുടെ ചാളത്തടി കണ്ടെത്തി. വെള്ളത്തിൻ്റെ ദിശ മാറി. 15ഓളം മിനിറ്റുകൾക്കുള്ളിൽ വെള്ളം ചാളത്തടിക്ക് അരികിലെത്തി. കാതറിൻ നോക്കി. തനിക്ക് പരിചയമുള്ള ആരുമില്ല. 4 പേരുണ്ടായിരുന്നു. ഒരാൾ തലകുനിച്ചിരിക്കുകയായിരുന്നു. ഒരു തുഴ എനിക്ക് തരാമോ? എൻ്റെ തുഴ പോയി, അവൾ അവരോട് പറഞ്ഞു. അതിനെന്നാടി? തുഴയാതെ തന്നെ നിന്നെ ഞങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാടി. കുനിഞ്ഞിരുന്ന മനുഷ്യൻ തലയുയർത്തി. കാതറിൻ്റെ ഹൃദയത്തിൽ 1000 കടൽ ഞണ്ടുകൾ ഒന്നിച്ചൊരുക്കി. ആൻ്റണി, ഇങ്ങനെ നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടിയാടി കൊച്ചേ നിന്നെ എരികേറ്റി ഞാനീ കടലിലേക്ക് വിട്ടത്. അവൻ ചിരിച്ചു. കാതറിൻ പതറിപ്പോയി. ഇങ്ങനെയൊരു അപകടം പ്രതീക്ഷിച്ചതല്ല. കരയിൽ കാത്തു നിൽക്കണവരാരും ഇന്ന് തന്നെ കാണാനും പോണില്ല. എങ്കിലും മരിക്കണേൽ പൊരുതി മരിക്കും. ഞൊടിയിടയിൽ സഞ്ചിയിൽ നിന്നും കത്തിയെടുത്തു. എന്നാൽ വള്ളത്തിൽ നിന്നവർ തുഴയുയർത്തി. കത്തി തെറിച്ചുപോയി, കടലിൽ വീണു. ആൻ്റണി വെള്ളത്തിൽ നിന്നും ചാളത്തടിയിലേക്ക് ചാടി. ആ നേരത്ത് നീണ്ടകര കടപ്പുറത്ത് നല്ലൊരാൾക്കൂട്ടുണ്ടായിരുന്നു. കടലിൽ പോകാത്തതിനാൽ വലനെയ്ത്തും ചീട്ടുകളെയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നവർ അവിടെ ഒത്തുകൂടിയതാണ്. അതിന് പിന്നിൽ വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കടലിൽ നിന്നും മടങ്ങിയെത്തുന്ന കാതറിനെ ആൻ്റണിയും കൂട്ടിനും തടയുകയാണെങ്കിൽ ശക്തമായിട്ട് ചെറുക്കുക. മോസസ് നേരത്തെ തന്നെ ഒരു തെങ്ങിൽ ചാരി പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. മറിയത്തള്ളയും മേരിയും ജോബിനും അവൻ്റെ അരികിലുണ്ട്. പരസ്പരം ഒന്നും പറയുന്നില്ലെങ്കിലും എല്ലാ മനസ്സിലും നിറഞ്ഞ ഉത്കണ്ഠയുണ്ടായിരുന്നു. പത്രോസും സുലൈമാനും കറിയൊക്കെ കൽക്കെട്ടിലിരിപ്പുണ്ട്. സൂര്യൻ ഒരു സ്വർണ്ണത്തളികയായി ജലപ്പരപ്പിനരികിലെത്തി നിന്നു. അവളെ കാണുന്നില്ലല്ലോ കറിയാച്ച, പത്രോസ് പറഞ്ഞു. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഓരോരുത്തരും മാറി മാറി പറഞ്ഞല്ലേ അവളോട് പോകണ്ടെന്ന്. കറിയ ഒരു ബീഡി കത്തിച്ചു. കടപ്പുറത്ത് ട്രോളിംഗ് നിരോധന കാലത്ത് ഡ്യൂട്ടിക്കിട്ടിരുന്ന പോലീസുകാരും അവിടെ വന്നു ചേർന്നു. സമയം കൊഴിയുകയാണ്. ക്ലീറ്റസ് മുതലാളി മാത്രം ആ നേരത്ത് വളരെ സന്തോഷവാനായിരുന്നു. തൻ്റെ തന്ത്രം ഫലിച്ചിരിക്കുന്നു. ഇത്തവണ തീർച്ചയായും അവൾ ആൻ്റണിയുടെ കുരുക്കിൽ വീഴും. നാളെ ഇവിടെ എത്തുന്ന മുംബൈ പാർട്ടിക്ക് പണത്തിന് പകരം അവളെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും താൻ. പണ്ടേ അവർക്ക് നോട്ടമുള്ളതാണ് കാതറിനെ. ചെവി അറിയാതെ അവളെ അവർ മുംബൈക്ക് കൊണ്ടുപോകുമ്പോൾ തനിക്ക് അവരോടുള്ള കടം തീർന്നിരിക്കും. തക്ക സമയത്ത് പ്രവർത്തിച്ച ആൻ്റണിയുടെ ബുദ്ധിയാണ് തന്നെ രക്ഷിക്കാൻ പോണത്. ഒന്നുറക്കെ ചിരിക്കണമെന്ന് തോന്നി ക്ലീറ്റസിന്. കടലിൽ പോയ ഔസേപ്പ് മടങ്ങി വരാത്തതുപോലെ മകളും വരില്ല, അത്ര തന്നെ. തൻ്റെ സ്വകാര്യ മുറിയിൽ കയറിയിരുന്ന ക്ലീറ്റസ് വിസ്കി പകർന്നു കഴിക്കുമ്പോൾ മകൾ കടലിൽ പോയതിൻ്റെ വേദനയുമായി നെഞ്ചു തിരുമുകയായിരുന്നു ഔസേപ്പ്. കിടന്നിട്ടും കിടപ്പ് വരുന്നില്ല, ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. അവിടെ നിന്നിറങ്ങി നീണ്ടകരയ്ക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായെങ്കിലും അതിനാവില്ലല്ലോ എന്ന ദുഃഖം വേറെ. ലീലാമ്മ എല്ലാം കാണുന്നുണ്ടായിരുന്നു. കാതറിനിങ് വരും അച്ചായ, എനിക്കുറപ്പാ. അച്ചായൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മോസസ് നീണ്ടകരയിൽ തന്നെ ഉണ്ടല്ലോ. ലീലാമ്മ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഔസേപ്പ് മറുപടി പറഞ്ഞില്ലെങ്കിലും അയാളുടെ കൺകോണുകളിൽ 2 തുള്ളി കണ്ണുനീർ തിളയ്ക്കുന്നത് അവർ കണ്ടു. സൂര്യൻ മറഞ്ഞു. പടിഞ്ഞാറ് മാനത്ത് ഉരുകിയൊലിച്ച സ്വർണത്തിൻ്റെ പ്രതിഫലനം തിരത്തലപ്പുകളിലുണ്ടായി. കാതറിൻ മടങ്ങി വന്നില്ല. നോക്കത്തുന്ന ദൂരത്തോളം ഒരു കറുത്ത പൊട്ടുപോലില്ല. അച്ചായ, ഞങ്ങളുടെ ഇച്ചേച്ചി, മോസസിനെ നോക്കിക്കൊണ്ട് ജോബിൻ വിരുമ്പി. ഏയ്, എന്താടാ ഇത്? അവൻ ജോബിൻ്റെ തോളിൽ തട്ടി. അവളിങ്ങ് വരുവടാ, മീനൊന്നും കിട്ടിക്കാണുകയില്ല, അതാ വൈകുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിലും കാറ്റും കോളും നിറഞ്ഞൊരു സമുദ്രം അവൻ്റെ ഉള്ളിലും ഇരമ്പി മറിയുകയായിരുന്നു. കത്രീനയും കമലാക്ഷിയും സേവിയറും കൃഷ്ണൻകുട്ടിയൊക്കെ അങ്ങോട്ട് വന്നു. ഒരു വെള്ളമിറക്കി കടലിലേക്കൊന്ന് പോയാലോ മോസസേ? സേവിയർ തിരക്കി. വെള്ളത്തെ പോയി എവിടെ തിരക്കാനാ ചേട്ടാ? തളർന്ന ശബ്ദം. പിന്നെയും അവർക്കിടയിൽ തിങ്ങി വന്ന നിശബ്ദതയിലേക്ക് കടലിൻ്റെ ഹുങ്കാരം മാത്രം ചിതറി വീണുകൊണ്ടിരുന്നു. ഇരുൾ പരക്കാൻ തുടങ്ങിയാണ്. ഹാർബറിൽ വിളക്കുകൾ കൺചിമ്മി. പെട്ടെന്ന് അങ്ങകലെ കറുത്ത പൊട്ടുപോലെ എന്തോ ഒന്ന്. അതാദ്യം കണ്ടത് മോസസാണ്. ഇരുന്നിടത്ത് നിന്നും അവൻ ചാടി എണീറ്റു. അവൻ്റെ ഭാവം കണ്ട് കാതറിൻ്റെ സഹോദരങ്ങളും മറിയത്തളയും അങ്ങോട്ട് നോക്കി. തളയ്ക്ക് പക്ഷെ കണ്ണ് പറ്റുന്നില്ല. എന്നാൽ മേരിയും ജോബിനും അവ്യക്തമായത് കണ്ടു. പെട്ടെന്ന് കടലോരത്തൊരു പിറുപിറുക്കൽ ഉയർന്നു. പിന്നെ നിശബ്ദത. എല്ലാ കണ്ണുകളും ആ കറുത്ത പൊട്ടിലാണ്. ഹൃദയങ്ങൾ വല്ലാതെ തുടികെട്ടി.
അത് വെള്ളമോ ചാളത്തൊടിയോ? പെട്ടെന്ന് തന്നെ എവിടെ നിന്നോ യൂസഫ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയാളെ കണ്ട ആളുകൾ ജാഗരൂകരായി. യൂസഫിൻ്റെ കണ്ണുകളും ചുളിഞ്ഞ നെറ്റിയോടെ കടലിൽ തറഞ്ഞു നിന്നു. വരുന്നത് വെള്ളമോ ചാളത്തടിയോ എന്ന് തിരിച്ചറിയാനാവുന്നില്ല. ഒന്നാമത് ഇരുൾ പരക്കുന്നു, രണ്ടാമത് അത് വളരെ അകലത്തിലുമാണ്. മറിയത്തുള്ള മേരിയുടെ കൈത്തണ്ടയിൽ അമർത്തിപ്പിടിച്ചു. അവളുടെ ശരീരത്തിന് നേരിയ വിറയലുണ്ടായിരുന്നു. തള്ള അറിഞ്ഞു. മാതാവേ, അത് കാതറീനായിരിക്കണേ. തള്ള മനമൊരുകി പ്രാർത്ഥിച്ചു. ആ കറുത്ത പൊട്ട് വലുതായി വരികയാണ്. ഇരുട്ടും. അതുകൊണ്ട് ആളുകൾ കൂടുതൽ നെറ്റി ചുളിച്ചു നോക്കി. 52. കരയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്നത് വള്ളമായാലും ചാളത്തടിയായാലും അതേറിയാൽ 15 മിനിറ്റിനുള്ളിൽ ഇങ്ങെത്തും. മോസസ് കടൽ ഭിത്തിക്കരികിലേക്ക് അല്പം കൂടി നീങ്ങി നിന്നു. അതുപോലെ തന്നെയായിരുന്നു മറ്റുള്ളവരും. അറിയാതെ അവരുടെ കാലുകൾ മുന്നോട്ട് നീങ്ങിയാണ്. എന്നാൽ യൂസഫ് പിന്നിൽ തന്നെ നിന്നതേയുള്ളൂ. അത് വെള്ളമാ, ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു. അല്ല, ചാളത്തടിയാ, മറ്റൊരു കൂട്ടർ. ഓരോ മനസ്സിലും ഉദ്യോഗം തുടികെട്ടി. നിമിഷങ്ങൾ നീങ്ങുന്നില്ല എന്നൊരു തോന്നൽ. ഇതിനിടെ ആരോ കയ്യിലിരുന്ന ടോർച്ച് കടലിലേക്ക് തെളിച്ചു നോക്കി. പക്ഷെ ആ വെളിച്ചത്തിനപ്പുറത്തായിരുന്നു അത്. മാതാവേ, അത് ഇച്ചേച്ചിയായിരിക്കണേ. ജോബിൻ പിറുവിറുക്കുന്നത് മേരി കേട്ടു. അവളവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. കണ്ണ് ശരിക്കും കാണുന്നില്ലെങ്കിലും മറിയത്തുള്ള നെറ്റിക്ക് മുകളിൽ കൈവച്ച് കടലിലേക്ക് നോക്കി. മിനിറ്റുകൾ പിടഞ്ഞു വീണു. അത് ചാളത്തടിയാ, കട്ടായം, ആരോ പിന്നെയും വിളിച്ചു പറഞ്ഞു. ഇത്തവണ ടോർച്ചിൻ്റെ വെളിച്ചം ചെന്നെത്തുന്നിടത്തത്ര അതെത്തിയിരുന്നു. അത് വീണ്ടും ടോർച്ച് തെളിഞ്ഞു. ആ വെളിച്ചം തിരയിലുയർന്നു. അതിൽ ചെന്നു പതിച്ചു. ചാളത്തടി. ആരവമായ ഒരു ശബ്ദമുണ്ടായി. അതിൽ കാതറിൻ നിൽക്കുന്നത് എല്ലാവരും കണ്ടു. ഇച്ചാച്ചി! പരിസരം മറന്ന് ജോബിൻ ഉറക്കെ വിളിച്ചു. മോസസിൻ്റെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ നനവുണ്ടായി. സുലൈമാനെ കരുതി നിന്നോണം, അവൾ ഇങ്ങ് വരുമ്പോൾ ആ ആൻ്റണിയോ മറ്റോ ചാടി വീണേക്കും. രാമൻ മുന്നറിയിപ്പ് നൽകി. ആളുകൾ കരുതി നിന്നു. ഇതിനിടെ അവർ തിരിഞ്ഞു നോക്കി. യൂസഫിനെ കണ്ടില്ല. അയാളെ നോക്ക്, യൂസഫിനെ! ആളുകൾ പരസ്പരം കാതിലോതി. പക്ഷേ അവർക്കിടയിൽ അയാളെ കണ്ടെത്താനായില്ല. ആൻ്റണിയെ വിവരം അറിയിക്കാൻ പോയതാവും, കറിയ പറഞ്ഞു. ഇന്നിങ്ങ് വരട്ടെ. സേവിയർ അരയിൽ പതിയെ തപ്പി. കാതറിനും ചാളത്തടിയും അപ്പോഴേക്കും കരയ്ക്ക് തൊട്ട് കഴിഞ്ഞു. ആവേശത്തോടെ ആദ്യം മുന്നോട്ട് കുതിച്ചത് മോസസ് ആയിരുന്നു. തടിത്തലപ്പ് തറയിൽ മുട്ടിയപ്പോഴേക്കും കാതറിൻ ഇറങ്ങി. നീ മാറിക്കോ കാതറിനെ, ഞാൻ ആ തടി കരയിലേക്ക് തള്ളിക്കയറ്റാം. മോസസ് പറഞ്ഞുകൊണ്ട് ചാളത്തടിക്ക് പിന്നിലെത്തി. അപ്പോഴേക്കും വേറെ ചിലരും ഓടിച്ചെന്നു. കരയിലെത്തിയ തിരയുടെ സഹായത്താൽ തടിയെ കരയിലേക്ക് കുറച്ച് തള്ളിയേറ്റി വെച്ചു. ടോർച്ചടിച്ച ആളുകൾ ഉദ്യോഗത്തോടെ തടിയിലേക്ക് നോക്കി. അതിലൊന്നുമില്ലായിരുന്നു. ഇച്ചാച്ചി! മേരിയും ജോബിനും ഓടി വന്ന് കാതറിനെ കെട്ടിപ്പിടിച്ചു. മക്കളെ! അവൾ ഇരുവരെയും മുടിയിൽ മെല്ലെ തടവി. കൊച്ചെ കാതറിനെ, ഒന്നും കിട്ടിയില്ലേലും വേണ്ടില്ലടി, നീങ്ങ് തിരിച്ചു വന്നല്ലോ, അത് മതി. ഇതുവരെ ഞങ്ങളുടെ നെഞ്ചിൽ തീയായിരുന്നു. മറിയത്തുള്ള തടിക്കരികിലേക്ക് ഇറങ്ങി വന്നു. ഇതിനിടെ സ്ത്രീകൾ ആരെയോ മണ്ണെണ്ണ വിളക്കുകൾ കത്തിച്ചിരുന്നു. കാറ്റിൽ അവയുടെ നാളമണഞ്ഞു. വിളക്കിൻ്റെ വെളിച്ചത്തിൽ കാതറിനും മോസസും മുഖാമുഖം നോക്കി. അവർക്കും തടിക്കും ചുറ്റിനും നിൽക്കുകയായിരുന്നു ആളുകൾ. എന്തിയടാ ആൻ്റണിയും അവൻ്റെ ആൾക്കാരും? ദാണ്ടടാ കാതറിൻ തിരിച്ചു വന്നിരിക്കണം. ചോണയുണ്ടെങ്കിൽ വാടാ, കൃഷ്ണൻകുട്ടി ശബ്ദമുയർത്തി. ജനം അത് ഏറ്റു പറഞ്ഞു. തന്തയ്ക്ക് പിറന്നവന്മാരുണ്ടെങ്കിൽ ഒന്ന് തടയാൻ വന്നടാ, ഞങ്ങൾ കാണട്ടെ. അതിന് പ്രതികരണം ഒരിടത്തൊന്നും ഉണ്ടായില്ല. വീട്ടിലേക്ക് പോകാൻ കാതറിനെ. മോസസ് അവളെ നോക്കി. ഏതോ കടുത്ത ചിന്തയിൽ നിന്നെണ്ണവണ്ണം അവൾ ഞെട്ടിയുണർന്നു. എന്നാൽ കാതറിൻ കടലിലേക്ക് കൊണ്ടുപോയ തുഴയല്ല തിരികെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മാത്രം ആരും ശ്രദ്ധിച്ചില്ല. ഞാൻ പിടിച്ചുകൊണ്ട് വന്ന മീനിനെ കണ്ടായോ ചായ? കാതറിൻ ചോദിച്ചപ്പോൾ മോസസ് അമ്പരന്നു. ചാളത്തടിയിൽ ഒരു മത്തിക്കുഞ്ഞു പോലുമില്ല. കാതറിന് വല്ല മാനസിക വിഭ്രാന്തി ഉണ്ടായോ? തടിയിൽ കെട്ടിയേക്കണ ചൂണ്ടക്കയറൊന്ന് വലിച്ചാട്ടെ. ആളുകൾ ശ്രദ്ധിച്ചു. ശരിയാണ്, പണ്ട് തെരണ്ടയെ കൊണ്ടുവന്ന മാതിരി ഒരു കയർ കടലിൽ കിടക്കുന്നു. തടിയിൽ നിന്നും അതിൻ്റെ ഒരറ്റം വഴിച്ചെടുത്ത് ആളുകൾ ഒന്നു ചേർന്ന് വലിക്കാൻ തുടങ്ങി. മോസസിന് കയറിൽ പിടിക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. അത്രമാത്രം ആളുകളുണ്ടായിരുന്നു കയറിൻ്റെ തുമ്പത്ത്. ആളുകളുടെ ശക്തിയും തിരമാലകളുടെ സഹായം കൂടിയായപ്പോൾ കയറ് പതിയെ വലിഞ്ഞു വന്നു. ഒരു പാറയാണ് കയറിൻ്റെ അറ്റത്തുള്ളതെന്ന് അവർക്ക് തോന്നി. അത്രയ്ക്കും കനം. എല്ലാ കണ്ണുകളും കയറിൻ്റെ നേർക്ക് കടലിലേക്കാണ്. പെട്ടെന്ന് ടോർച്ചിൻ്റെ വെളിച്ചം എന്തിലോ പ്രതിഫലിച്ചു. അതെന്താ? ജോബിൻ കൈ ചൂണ്ടി. ഏതാണ്ടിൻ്റെ കണ്ണാ. മേരി നെറ്റി ചുളിച്ചു. അപ്പോഴേക്കും ആ കൂറ്റൻ കൊമ്പൻ സ്രാവിൻ്റെ തല ജലത്തിൽ തെളിഞ്ഞു. അമ്പടാ! ജനം മൂക്കത്ത് വിരൽ വെച്ചു. കാതറിനെ! മോസസിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് അവൾ തലയാട്ടി.
മോസസ് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. മറ്റു ചിലരും അവരെ സ്രാവിൻ്റെ ചിറകുകളിലും ശരീരത്തുമൊക്കെയായിട്ട് പിടിമുറുക്കി തള്ളി. കരയിലും വെള്ളത്തിലും നിന്ന് ഒരേപോലെ ശ്രമിച്ചതിനാൽ സ്രാവിൻ്റെ പകുതിയോളം വെള്ളത്തിന് മുന്നിലായി. ഒരു വലിയ തടി പോലെ, അല്ലെങ്കിൽ വെള്ളം പോലെ കിടക്കുന്ന ഒരു കൂറ്റൻ സ്രാവ്. നീണ്ടകരയിലുള്ളവർ അത്രയും വലിയ ഒന്നിനെ ആദ്യമായിട്ട് കാണുകയായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് വഴിതെറ്റി കായലിലെത്തിയ ഒരു സ്രാവിനെ അവർ പിടിച്ചിരുന്നു. അതിൻ്റെ 5 ഇരട്ടി വലിപ്പമുണ്ട് ഇതിന്. എൻ്റെ കൊച്ചേ, മറിയത്തുള്ള സന്തോഷത്തോടെ കാതറിനെ കെട്ടിപ്പിടിച്ചു. സത്യത്തിൽ നീ ഒരു പെണ്ണ് തന്നെയാണോടി? അവൾ ചിരിച്ചു. സ്രാവിന് 10-15,000 രൂപ വില വരുമെന്ന് മോസസ് വെറുതെ ഒന്ന് കണക്കൂട്ടി. ഒന്നാമത് ട്രോളിംഗ് നിരോധന സമയം, മീൻ തീരെയില്ല. ലേലം വിളിയുടെ ഏജൻറ്റുമാർ മൊബൈൽ ഫോണിലൂടെ തങ്ങളുടെ സ്ഥിരം കക്ഷികൾക്ക് വിവരം നൽകി. കടലോരത്ത് ഗ്യാസ് ലൈറ്റുകൾ തെളിഞ്ഞു. അവയുടെ വെളുത്ത പ്രകാശത്തിൽ ആളുകൾ സ്രാവിനെ നോക്കിക്കണ്ടു. കാതറിൻ സ്രാവിനെ പിടിച്ച കാര്യം കാറ്റുപോലെ നീണ്ടകരയിൽ അറിഞ്ഞു. അറിഞ്ഞവർ അവിടേക്ക് പാഞ്ഞെത്തി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് ആളുകളെ നിയന്ത്രിച്ചു നിർത്താൻ ബുദ്ധിമുട്ടായി. TV പത്രപ്രതിനിധികളെത്തി. ഒരിക്കൽ തെരണ്ടിയെ പിടിച്ചു കൊണ്ടുവന്നപ്പോഴത്തേതുപോലെ അവർ കാതറിൻ്റെയും സ്രാവിൻ്റെയും ചിത്രങ്ങൾ പകർത്തി തുടങ്ങി. മീൻ ലേലം കൊള്ളാൻ വൻകിട പാർട്ടികൾ രംഗത്തെത്തി. ആ നേരത്തെ വാർത്തയറിഞ്ഞ് തലക്കൊരടിയേറ്റതുപോലെ തരിച്ചിരിക്കുകയായിരുന്നു ക്ലീറ്റസ്. കാതറിൻ സ്രാവിനെ കൊണ്ടുവന്നതും മറ്റുമായ വിവരങ്ങൾ യൂസഫാണ് ഫോണിലൂടെ അറിയിച്ചത്. ക്ലീറ്റസ് തൻ്റെ സ്വകാര്യ മുറിയിലിരുന്ന് മദ്യമെടുത്ത് കുപ്പിയോടെ വായിലേക്ക് കമഴ്ത്തി. ആൻ്റണിയുടെ ദൗത്യം പരാജയപ്പെട്ടു. കഴിവേറിമാൻ ഇങ്ങ് വരട്ടെ. നാളെ എത്തുന്ന മുംബൈ പാർട്ടിയോട് താൻ എന്തു പറയും? ഒരു രൂപവും കിട്ടുന്നില്ല ക്ലീറ്റസിന്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അമാര് തൻ്റെ തലയെടുക്കും. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്ലീറ്റസിന് യൂസഫിൻ്റെ അടുത്ത ഫോൺ കോൾ കിട്ടി. ആൻ്റണി ഇനിയും മടങ്ങിയെത്തിയിട്ടില്ല. കാതറിൻ്റെ സ്രാവിന് ലേലത്തിൽ വിറ്റു 18,000 രൂപയ്ക്ക്. ഒന്നും പറയാതെ ക്ലീറ്റസ് ഫോൺ വെച്ചു. അപ്പോൾ കാതറിൻ വീട്ടിൽ മടങ്ങിയെത്തിയിരുന്നു. ശരീരത്തിന് നല്ല വേദനയുണ്ടായിരുന്നു. ജീവനോടെ മടങ്ങിപ്പോരാമെന്ന് കരുതിയിരുന്നതല്ലല്ലോ. സത്യത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് സ്വപ്നം പോലെ കാണുകയാണ് എന്നാണ് തോന്നുന്നത്. ഒക്കെ മാതാവിൻ്റെ കൃപാകടാക്ഷം. മേരി ചൂടുവെള്ളം ചൂടാക്കി കൊടുത്തു. അവൾ അതിലാണ് കുളിച്ചത്. അപ്പനെ ഈ വിവരം ഒന്ന് അറിയിക്കാൻ വെമ്പുകയായിരുന്നു മനസ്സ്. പക്ഷേ ഇന്നിന് രാത്രിയിൽ അങ്ങോട്ട് പോകണമെന്ന് താൻ ഔസേപ്പച്ചനോട് വിവരമൊക്കെ പറഞ്ഞുകൊള്ളാമെന്നും അറിയിച്ചാണ് മോസസ് പോയത്. കുളി കഴിഞ്ഞ് വന്ന കാതറിൻ ഭക്ഷണം കഴിച്ചു. പിന്നെ വന്ന് തിണ്ണയിലിരുന്നു. മറിയത്തുള്ള 4 കൂട്ടി ഒന്ന് മുറുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാലും എൻ്റെ കൊച്ചേ, നീ ചെല്ലുമ്പോൾ വലിയ മീനൊക്കെ നിന്നെ കാത്തു നിൽക്കുവാണോ ചൂണ്ടയിൽ കൊത്താൻ? തള്ള പാക്ക് വായിലിട്ടുകൊണ്ട് ഒന്ന് ചിരിച്ചു. പക്ഷെ കാതറിന് ചിരി വന്നില്ല. തള്ള ശ്രദ്ധിച്ചു. എന്നാ പറ്റി കാതറിനെ നിനക്ക്? ഒന്നും പറയണ്ട അമ്മച്ചി. അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നെ അകത്തേക്ക് നോക്കി മേരിയും ജോബനും അടുത്തെങ്ങും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് തുടർന്നു. നിങ്ങളൊക്കെ ഇനിയും കാണാൻ പറ്റുമെന്ന് ഒട്ടും കരുതിയതല്ല ഞാൻ. തള്ളയുടെ നെറ്റി ചുളിഞ്ഞു. അതെന്നാടെ മോളെ, കൊമ്പൻ സ്രാവ് നിന്നെയും കൊണ്ട് കടന്നു കളഞ്ഞോ? സ്രാവ് എത്ര നിസാര അമ്മച്ചി. മനുഷ്യരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ തള്ളയ്ക്ക് കാര്യം മനസ്സിലായില്ല. അവൾ ശബ്ദം താഴ്ത്തി കടലിൽ താഴ്ന്നത് മുഴുവൻ പറഞ്ഞു. താൻ സ്രാവിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആൻ്റണിയും കൂട്ടരും വന്നതും മറ്റും. തള്ള ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കേൾക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ മുറ്റത്തേക്ക് നീട്ടിയെന്ന് തുപ്പി. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല കൊച്ചേ. ആ ക്ലീറ്റസിനെ നാളെ തന്നെ നമ്മൾ കാണണം. മുഖത്ത് നോക്കി 4 വർത്തമാനം പറയണം. ഞാനും വരാം നിൻ്റെ കൂടെ. പിറ്റേന്ന് രാവിലെ ചിന്താഭാരത്തോടെ സിറ്റൗട്ടിലിരിക്കുന്ന ക്ലീറ്റസ്. മുംബൈ പാർട്ടി തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു. ഇനി അവർ ഏത് നിമിഷവും എത്തിച്ചേരാം. അവരെ എങ്ങനെ നേരിടും? ആൻ്റണിക്ക് എന്ത് പറ്റിയെന്നറിയില്ല. അന്നത്തെ പത്രം തറയിൽ കിടക്കുന്നു. ക്ലീറ്റസ് അത് നോക്കിയത് കൂടിയില്ല. തെയ്യാമ്മ കൊണ്ടുവന്ന് വെച്ച ചായ ടീപ്പോയിലിരുന്ന് തണുത്തു. അയാൾ അതിലും തൊട്ടില്ല. ഗേറ്റ് തുറക്കുന്ന ശബ്ദം. ക്ലീറ്റസ് തലതിരിച്ചു നോക്കി. അകത്തേക്ക് വരുന്നു കാതറീനയും മറിയത്തള്ളയും. അയാളുടെ മുഖം ഇരുണ്ടു. തെയ്യാമ്മ അടുത്തെങ്ങാനും ഉണ്ടോ എന്നറിയാൻ അയാൾ അകത്തേക്ക് നോക്കി. ഇല്ല. പോർച്ചും കടന്ന് സിറ്റൗട്ടിന് മുന്നിലെത്തിക്കഴിഞ്ഞപ്പോൾ കാതറിൻ്റെ മറിയത്തള്ളയിൽ നിന്നു. ക്ലീറ്റസ് തലയുയർത്തി. എന്നാൽ കാതറിൻ്റെ കത്തുന്ന കണ്ണുകളിൽ നേരിടാൻ അയാൾക്കായില്ല. തന്നെ ഒന്ന് കാണാനാണ് വന്നത്, കാതറിൻ പറഞ്ഞു. ക്ലീറ്റസിൻ്റെ മുഖം കൂടുതൽ ഉരുണ്ടു. കാതറിൻ തുറന്നു. ഗുണ്ട തിരിച്ചെത്താത്തതിൻ്റെ വിഷമത്തിലായിരിക്കും താനല്ലേ? ക്ലീറ്റസ് ഞെട്ടി. ഇവളെല്ലാം അറിഞ്ഞിരിക്കുന്നു. എൻ്റെ അപ്പനെ കടലിൽ വെച്ച് കുരുക്കിലാക്കിയതുപോലെ തന്നെ എന്നെയും പിടിക്കാമെന്ന് താൻ കരുതിയല്ലേ? ക്ലീറ്റസിൻ്റെ കണ്ണുകളിൽ ഒരു നടുക്കം പാറി വീണു. ഔസേപ്പിൻ്റെ കാര്യം ഇവളെങ്ങനെ അറിഞ്ഞു? താൻ ഒട്ടും ഞെട്ടണ്ടടോ. എല്ലാം എനിക്കറിയാം. ഞാൻ അറിഞ്ഞു. പക്ഷേ ഇപ്പോൾ വന്നത് മറ്റൊന്ന് പറയാനാ. തന്തയ്ക്ക് പറക്കാഴിക കാണിച്ച് താൻ പടുത്തുയർത്തിയതെല്ലാം ഞങ്ങൾ താർക്കും. മാത്രമല്ല
ഇനി എൻ്റെ നേരെ താൻ എന്തേലും ചതിവായിട്ട് വന്നാൽ ദാ ഈ കൈ കണ്ടോ. അവൾ തൻ്റെ വലത് കൈ മുന്നോട്ട് നീട്ടി. ഈ കൈ കൊണ്ട് തൻ്റെ കർണത്തടക്കിയല്ല ഞാൻ ചെയ്യുന്നത്, തൻ്റെ കഴുത്ത് വെട്ടിമുറുക്കിയാവും. മനസ്സിലായോടാ? വേർത്തുപോയി ക്ലീറ്റസ്. ആദ്യമായിട്ട് അയാൾക്ക് നാവ് വരണ്ടു. പുറത്ത് സംസാരം കേട്ട് തയ്യാമയും സിൽവിയയും ഇറങ്ങി വന്നു. കാതറീനെയും മറിയത്തലയും കണ്ടപ്പോൾ സിൽവിയുടെ മുഖം കറുത്തു. കാതറിൻ തന്നെ തല്ലിയ സംഭവം അവളുടെ ഓർമ്മയിലെത്തി. പോകാം മച്ചി. കാതറിൻ അവരെ ശ്രദ്ധിക്കാതെ മറിയത്തള്ളയുടെ കരം കവർന്നു. മറിയത്തള്ളയും കാതറീനും നേരെ മോസസിൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഔസേപ്പ് മകളെ കാത്തിരിക്കുകയായിരുന്നു. മോളെ. അപ്പാ. ഔസേപ്പ് മകളെ ചേർത്ത് പിടിച്ചു, മുടിയിൽ തഴുകി. അപ്പൻ ഇപ്പോഴാണ് സന്തോഷമായത്. എനിക്കും നിൻ്റെ അമ്മച്ചിക്കും ആദ്യം തന്നത് ഒരാൺകുട്ടി ആയിരുന്നതിലെന്ന് പണ്ട് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഞാൻ. പെണ്ണായാലും ഒരാൺകുട്ടിയുടെ ചങ്കുറപ്പാണ് നിനക്ക്. അപ്പന് തൃപ്തിയായി. മോസസും ലീലാമയും എല്ലാം നോക്കി നിന്നു. നേരെ ഉച്ചയായി. ക്ലീറ്റസ് ഭക്ഷണം കഴിക്കാൻ ഭാവിക്കുമ്പോഴാണ് മുംബൈ പാർട്ടി കയറി വന്നത്. ഒരു സേട്ടുവും കൂടെ മറ്റു 2-3 പേരും. അയാൾ അവരെ തൻ്റെ പേഴ്സണൽ റൂമിലേക്ക് കൊണ്ടുപോയി. അകത്ത് കയറി വാതിലടച്ചതേ ക്ലീറ്റസ് സേട്ടിൻ്റെ കാൽക്കൽ വീണു. മുജെ ക്ഷമാക്കി ജെയിംസ് അടിച്ചി. പണം ഒത്തില്ല, ആ പെണ്ണിനെയും കിട്ടിയില്ല. സേട്ടിൻ്റെ കണ്ണുകൾ കത്തി. ക്യാ ബോൾത്തേ തും കുത്ത. സേട്ട് അയാളുടെ ജുബയിൽ കുത്തിപ്പിടിച്ച് മേലേക്ക് വരുത്തി. എന്നെ ചരിക്കാമെന്ന് കരുതിയോടാ നീ? കൊല്ലും ഞാൻ. ക്ലീറ്റസ് വിറയ്ക്കാൻ തുടങ്ങി. ഇന്നലെ പകലും നിങ്ങൾ പറഞ്ഞത് അവളെ കിട്ടിയെന്നല്ലേ? ആ മുക്കുവത്തി പെണ്ണിനെ മറ്റൊരാൾ ഒച്ചയെടുത്തു. യോ പതുക്കെ. ആ പദ്ധതി പാളി. ഇനി ഞാൻ വേണ്ട. ഇനി താനൊന്നും ചെയ്യണ്ട. അവളെ മോഹിച്ചാണ് ഞങ്ങൾ വന്നത്. ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. കം വിത്ത് മീ. കൂടെ വന്നവരെ നോക്കിയിട്ട് വാതിൽ വലിച്ചു തുറന്ന് സേട്ട് പുറത്ത് കിടന്നു. പിന്നാലെ മറ്റുള്ളവരും. അപ്പോൾ തൊട്ട് മുന്നിൽ സിൽവിയ. മിഡിയും ടോപ്പുമായിരുന്നു വേഷം. സേട്ടിൻ്റെ കണ്ണുകൾ അവളെ അടിയൊഴിഞ്ഞു. സിൽവിയ വെറുപ്പോടെ കോണി കയറിപ്പോയി. ക്ലീറ്റസ് വന്നപ്പോഴേക്കും സേട്ടും അനുയായികളും കാറിൽ കയറി കഴിഞ്ഞിരുന്നു. അവർ നീണ്ടകരയിലെത്തുമ്പോൾ കാതറീനും മറിയത്തലയും മോസസിൻ്റെ വീട്ടിൽ നിന്നും മടങ്ങി വരികയായിരുന്നു. സേട്ട് തൻ്റെ കൂട്ടാളികൾക്ക് അവളെ കാണിച്ചു കൊടുത്തു. അവരുടെ കണ്ണുകൾ തിളങ്ങി. അടുത്ത ദിവസം പ്രഭാതം. മറിയത്തലയും മേരിനും ജോബിനും എണീറ്റ് നോക്കുമ്പോൾ കാതറീനെ കാണാനില്ല. ഈ പെണ്ണ് രാവിലെ ഒന്ന് വിളിക്കാതെ എവിടെ പോയി? തള്ള തിണ്ണയിലേക്ക് ഇറങ്ങി. മേരിയും ജോബിനും വീടും പരിസരവും മുഴുവൻ നോക്കി. കാതറീൻ ഇല്ല. ഇന്നലെ ഒന്നിച്ചുറങ്ങാൻ കിടന്നതാണല്ലോ. തള്ളയ്ക്ക് പരിഭ്രമം തോന്നി. ക്ലീറ്റസിൻ്റെ ഇന്നലെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പ്രതികാരത്തിന് ആ സംശയം ഉള്ളിൽ കിടക്കുമ്പോഴാണ് സൈക്കിളിൽ പാഞ്ഞു പോകുന്ന പത്രോസ് വിളിച്ചു പറഞ്ഞത്. ഹാർബറിനടുത്ത് കടൽഭിത്തിക്കിടയിൽ ഒരു പെണ്ണിൻ്റെ ശവം കിടക്കുന്നേ. തള്ളയുടെ നെഞ്ചിനുള്ളിൽ ഒരു കടൽ ഞണ്ട് കുടുങ്ങി. മേരിയെ, കൊച്ച മേരിയെ. ഉറക്കെയാണ് മറിയത്തള്ള വിളിച്ചതെങ്കിലും പതർച്ച കാരണം ശബ്ദം ശരിക്കു വരുന്നില്ല. എന്നാ അമ്മച്ചി? മേരി ഓടി വന്നു. വാ, നമുക്കൊരിടത്ത് വരെ പോകാം. പറഞ്ഞതും കഴിയുന്നത്ര വേഗത്തിൽ മുന്നോട്ട് നടന്നു കഴിഞ്ഞിരുന്നു മറിയത്തള്ള. കാര്യം വ്യക്തമായില്ലെങ്കിലും മേരിയും പിന്നാലെ ജോബിന് നീങ്ങി. ആളുകൾ കടൽഭിത്തിക്ക് നേരെ ഓടുന്നത് കാണാമായിരുന്നു. അവ്യക്തമായൊരു ഭീതി മറിയത്തള്ളയുടെയും മേരിയുടെയും ഹൃദയങ്ങളെ വന്നു മൂടി. അവരങ്ങനെ എത്തുമ്പോഴേക്കും കൽക്കെട്ടിനരികിൽ നല്ലൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. എല്ലാ കണ്ണുകളും തറഞ്ഞു നിന്നിരുന്ന ഭാഗത്തേക്ക് അവരും നോക്കി. മാതാവേ! മറിയത്തള്ള നെഞ്ചിൽ കൈവച്ചു പോയി. കടൽഭിത്തിക്കിടയിൽ പുറത്തേക്ക് നീണ്ടുകിടക്കുന്ന 2 കാലുകൾ, വെളുത്ത കാലുകൾ. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് യുവതിയുടേതാണെന്ന് വ്യക്തമാകുമായിരുന്നു. കനത്ത തിരകൾ ആ കാലിൽ വന്ന് തല്ലി അലച്ച് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. തലയിൽ കൈവച്ചുകൊണ്ട് മറിയത്തള്ള അവിടെ കുത്തിയിരുന്നു. അപ്പോഴാണ് മേരിക്കും ജോബിനും കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യമായത്. ഇച്ചാച്ചി! ഒരു നിലവിളിയോടെ അവർ തള്ളയെ അള്ളിപ്പിടിച്ചു. ആളുകൾ തിരിഞ്ഞു നോക്കി. ആ കാലുകൾ കാതറിൻ്റെതാണോ? പെട്ടെന്ന് അവർക്കിടയിൽ പിറുപിറുക്കലുകൾ വരുന്നു. കാരണം കാതറിനെ അവിടെയെങ്ങും കാണാനില്ല. എടാ ജോബിനെ! രാമൻ വന്ന് ജോബിനെ പിടിച്ചെണീപ്പിച്ചു. കാതറിന് എന്തിയടാ? ഇച്ചേച്ചയെ കാണാനില്ലായിരുന്നു. പറഞ്ഞതോ അവൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ കാതറിൻ്റെ ശവശരീരമാണ് ഈ കിടക്കുന്നത്. ശക്തമായ തിര അവളുടെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗം കൽക്കെട്ടിനുള്ളിലേക്ക് അടിച്ചു കയറ്റിയതാവും. വർഗീസേ, കാതറിനാണിത്. എല്ലാം കേട്ടു നിൽക്കുകയായിരുന്ന ഔതക്കുട്ടി വിളിച്ചു പറഞ്ഞു. ഓരോ കാതും അത് നടക്കത്തോടെ കേട്ടു. കാതറിൻ മരിച്ചു. ആർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം അവൾ ആ വലിയ സ്രാവുമായി കടലിൽ നിന്നും മടങ്ങി വന്നത് അവരൊക്കെ ഓർത്തു. നീണ്ടകരയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാരും പാഞ്ഞെത്തി. അതിനു മുമ്പ് അവർ സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. മാറി നിൽക്ക്. അവർ ആളുകൾ കടൽഭിത്തിക്കരികിൽ നിന്നും മാറ്റി നിർത്തി. ആളുകൾ കൂടിക്കൂടി വരികയാണ് ഇവിടെ. എന്താ അമ്മച്ചി ഇവിടെ? പെട്ടെന്ന് തോളിലാരോ തൊട്ടപ്പോൾ
മറിയത്തള്ള തിരിഞ്ഞു നോക്കി. അവരുടെ കണ്ടത്തിൽ നിന്നും അവ്യക്തമായൊരു ശബ്ദം പുറത്തു വന്നു. കാതറിൻ, കൊച്ച കാതറിനെ അലറും പോലെ അവർ വിളിച്ചു. ആളുകൾ തിരിഞ്ഞു നോക്കി. കാതറിനെ കണ്ടപ്പോൾ അവരും അമ്പരന്നു. മേരിയും ജോബനും ഈ ചാച്ചിയെ കെട്ടിപ്പിടിച്ചു. കടലിലൊരു ശവം, ഞങ്ങളൊക്കെ കരുതിയിട്ട് നീയാണെന്ന്. മറിയത്തള്ള കരയുകയാണ്. നിന്നെ കാണാഞ്ഞപ്പോൾ ഞങ്ങൾ കടലിൽ പോയപ്പോൾ എനിക്കൊരു നേർച്ചയുണ്ടായിരുന്നു അമ്മച്ചി, പള്ളിയിൽ തിരികെത്തിച്ചേക്കാമെന്ന്. പക്ഷേ പള്ളി വിലക്കിയിരുന്നതുകൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പേ പോയി തിരിവെച്ചേക്കാമെന്ന് ഓർത്തു പോയതാണ് ഞാൻ. അതുകൊണ്ട് ആരോടൊന്നും പറയാഞ്ഞ്. കാതറീനെ കണ്ടതോടെ ആ ശവം ആരുടേതാണെന്ന കാര്യത്തിൽ വീണ്ടും സംശയമായി ജനങ്ങൾക്ക്. അവരുടെ അറിവിൽ ആ ഭാഗത്തെങ്ങും പെൺകുട്ടികളാരും അപ്രത്യക്ഷമായിട്ടില്ല. പോലീസ് വാഹനത്തിൻ്റെ സൈറൻ കേട്ടു. ആളുകൾ തിരിഞ്ഞു നോക്കി. ഹാർബറിൽ വന്നു നിന്ന ജീപ്പിൽ നിന്നും SI സക്രിയാസും SI ശശിധരനും പോലീസുകാരും ഇറങ്ങി. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ആളുകളെ ഇരുഭാഗത്തേക്ക് മാറ്റിയിട്ട് SIക്ക് കടന്നു വരാനുള്ള വഴിയുണ്ടാക്കി. ആ നേരത്ത് അവിടെ യൂസഫും പ്രത്യക്ഷപ്പെട്ടു. സക്രിയാസ് കല്ലുകൾക്കിടയിൽ കിടങ്ങിക്കിടന്ന ആ കാലുകൾ കണ്ടു. വയർലെസ്സിലൂടെ തൻ്റെ മേലുദ്യോഗസ്ഥർക്ക് വിവരം നൽകിയിട്ട് ബോഡി പുറത്തെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. കടലിൽ പരിചയമുള്ള 4-5 ചെറുപ്പക്കാരെ അയാൾ അതിനായി തിരഞ്ഞെടുത്തു. അവർ വഴുവഴുക്കുള്ള പാറകളിലൂടെ കരുതലോടെ താഴേക്കിറങ്ങി. 2 പാറകൾക്കിടയിലേക്ക് തിരികിയതുപോലെയായിരുന്നു ആ ശവം. അവർ അത് വലിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ പോലീസ് വലയം വിധിച്ച് ആളുകൾ മുന്നോട്ട് കുതിച്ചു. മരിച്ചത് ആരാണെന്നറിയുവാൻ ഒന്നേ നോക്കിയുള്ളൂ അവർ. ആ മുഖം കണ്ട് അവർ ഞെട്ടിപ്പോയി. യൂസഫ് പിന്നോട്ട് മാറി. ധൃതിയിൽ അയാൾ ചെന്ന് ക്ലീറ്റസ് മുതലാളിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ക്ലീറ്റസ് എണീറ്റ് വിഷണ്ണനായിരിക്കുകയാണ്. സേട്ടുവും കൂട്ടരും പണം വാങ്ങാതെ മടങ്ങിപ്പോവില്ലെന്ന് ഉറപ്പാണ്. എന്തിനും മടിക്കാത്തവനാണ് സേട്ട്. അയാളെ എങ്ങനെ ശാന്തനായി മടക്കി അയക്കും എന്നതായിരുന്നു ക്ലീറ്റസിൻ്റെ ചിന്ത. ആ നേരത്താണ് ഫോൺ ശബ്ദിച്ചത്. സേട്ടായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഫോൺ റിസീവർ എടുത്തത്. ഞാൻ യൂസഫാ മുതലാളി. എന്താടാ, ആ 4 സേട്ടും മറ്റും എവിടെയാണ് തങ്ങുന്നതെന്നറിയാമോ? ഇല്ല മുതലാളി. പക്ഷെ മറ്റൊരു കാര്യം അറിയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. സിൽവിയ കുഞ്ഞ് അവിടെ ഉണ്ടോ? ഉണ്ട്. എന്താടാ? മുതലാളി ഒന്ന് നോക്കിക്കൊണ്ടോന്ന്. ക്ലീറ്റസിൻ്റെ നെറ്റി ചുളിഞ്ഞു. കോഡ്ലെസ് ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ അയാൾ മകളുടെ മുറിയിലേക്ക് നടന്നു. വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. മോളെ സിൽവിയ. വാതിൽ തട്ടി അയാൾ വിളിച്ചു. അകത്തുനിന്നും പ്രതികരണമൊന്നുമില്ല. വീണ്ടും വാതിൽ തട്ടിയതും അത് തനിയെ തുറക്കപ്പെട്ടു. അകത്തേക്ക് നോക്കിയ ക്ലീറ്റസിൻ്റെ ഉള്ളം നാളി. സിൽവിയ കട്ടിലില്ല. മോളെ. അകത്തേക്ക് കയറി അയാളുടെ നോട്ടം ബാത്റൂമിൻ്റെ വാതിക്കൽ ചെന്ന് തറച്ചു. അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അയാൾക്ക് പരിഭ്രമമേറി. സിൽവിയ ഇത്ര രാവിലെ എണീക്കുന്ന പതിവില്ലല്ലോ. തെയ്യാമേ. പുറത്തേക്ക് കുതിക്കുന്നതിനിടയിൽ അയാൾ അലറി വിളിച്ചു. അടുക്കളയിൽ നിന്നും എന്തോ താഴെ വീഴുന്ന ശബ്ദം. തെയ്യാമ ഓടി വന്നു. മോളെന്തേടി? മുറിയിൽ കാണും. എണീറ്റ് വന്നില്ല. ക്ലീറ്റസിന് അപകടം ബോധ്യപ്പെട്ടു. അയാൾ ഫോൺ കാതോട് ചേർത്തു. യൂസഫേ, അവളെ ഇവിടെ കാണുന്നില്ല. എന്തെങ്കിലും കുഴപ്പം? പെട്ടെന്ന് മറുപടി പറയുവാൻ യൂസഫിന് കഴിഞ്ഞില്ല. ക്ലീറ്റസിൻ്റെ ശബ്ദം കനത്തു. പറയടാ, എൻ്റെ മോളെ നീ കണ്ടോ? ദുഃഖകരമായ ഒരു കാര്യമാണ് മുതലാളി എനിക്ക് പറയാനുള്ളത്. സിൽവ കുഞ്ഞ് നീണ്ട കരയിൽ. അയാൾ പറഞ്ഞത് മുഴുവൻ ക്ലീറ്റസ് കേട്ടോ എന്ന് സംശയം. ഫോൺ പിടിവിട്ട് താഴെ വീണു. എൻ്റെ മോളെ എന്നുള്ള ഒരൊറ്റ അലർച്ചയായിരുന്നു അയാൾ. എന്താ മോൾക്കെന്ത് പറ്റി? തെയ്യാമ നിലവിളിച്ചു. അതിന് മറുപടി പറയാതെ ക്ലീറ്റസ് കൊടുങ്കാറ്റായി പുറത്തേക്ക് പാഞ്ഞു. നീണ്ടകര കടപ്പുറത്തപ്പോൾ ആളുകളുടെയും വാഹനങ്ങളുടെയും പ്രളയമായിരുന്നു. മരിച്ചിരിക്കുന്നത് നീണ്ടകരയിലെ രാജാവിൻ്റെ മകളല്ലേ? ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ രംഗത്തെത്തി. SP മൈക്കിളും ASP മോഹൻരാജും അന്വേഷണം തുടങ്ങി. കടലോരത്ത് ഒരു പായിൽ തുണി പുതപ്പിച്ച് കിടത്തിരിക്കുകയായിരുന്നു സിൽവിയുടെ ജഡം. ആളുകളെ ഒരു നിശ്ചിത അകലത്തിൽ നിർത്തിയിരിക്കുകയായിരുന്നു പോലീസ്. വിവരം കേട്ടറിഞ്ഞ മോസസും അവിടെ എത്തിയിരുന്നു. ക്ലീറ്റസിൻ്റെ കാറ് അവിടെ വന്ന് ബ്രേക്ക് ഇട്ടു. അതിൽ നിന്ന് ഇറങ്ങിയ അയാളൊരു ഭ്രാന്തനെ പോലെ വാഹനങ്ങൾക്കിടയിലൂടെ പാഞ്ഞു വന്നു. ആളുകളെ വകഞ്ഞു മാറ്റി. മാറി നിൽക്കിനടാ പട്ടികളെ. അവരെ കടന്ന് മുന്നിലെത്തിയ ക്ലീറ്റസ് ഒരു ഗ്ലാസ് ഭിത്തിയിൽ വന്ന് മുട്ടിയതുപോലെ നിന്നു. മുന്നിൽ നിശ്ചലം കിടക്കുന്ന തൻ്റെ പൊന്നുമോൾ. കോർത്തു പിടിച്ച പല്ലുകളും തുറിച്ച കണ്ണുകളും. മോളെ. ഒരലർച്ചയോടെ അയാൾ അവൾക്കരികിലിരുന്നു. പൊന്നുമോളെ, ആരാടേ നിന്നോടിത് ചെയ്തത്? അയാൾ അവളുടെ ശരീരം പിടിച്ചൊളിച്ച്. SP മോഹൻരാജ് വേഗം ചെന്ന് അയാളെ പിടിച്ചെണിഞ്ഞിപ്പിളിച്ചു. ക്ലീറ്റസ് മുതലാളി പ്ലീസ്. വേണ്ടടാ. അയാൾ ആ കൈ തട്ടി മാറ്റി. ഒരു പുല്ലൻ്റെയും കാര്യം എനിക്ക് കേൾക്കണ്ട. കണ്ടില്ലേ? അയാൾ മകളുടെ ശവത്തിന് നേരെ കൈ ചൂണ്ടി. എൻ്റെ പൊന്നുമോള് കിടക്കണ കണ്ടില്ലേ? കൊല്ലും ഞാൻ.
എൻ്റെ മോളോട് ചെയ്ത പട്ടികളെയെല്ലാം കൊല്ലും ഞാൻ. അയാൾ ആളുകൾക്ക് നേരെ തിരിഞ്ഞു. എന്തോന്ന് കാണാൻ വന്നു നിൽക്കോടാ തെണ്ടികളെ, ഒന്നിനെയും വെറുതെ വിടത്തില്ല ഞാൻ. ക്ലീറ്റസിന് ബുദ്ധിഭ്രമം ഉണ്ടായോ എന്ന് പോലും മോഹൻരാജിന് സംശയമുണ്ടായി. അയാൾ ASPയെ നോക്കി. മൈക്കിൾ ക്ലീറ്റസിൻ്റെ അടുത്തെത്തി. മുതലാളി വാ, പറയട്ടെ. വേണ്ട, ഒരുത്തനും ഒന്നും പറയണ്ട. ഈ നോക്കി നിൽക്കുന്ന തെണ്ടികളെയെല്ലാം ഞാൻ കൊല്ലും. ഒരു വിധത്തിലാണ് മൈക്കിൾ ക്ലീറ്റസിനെ അവിടെ നിന്ന് കൊണ്ടുപോയത്. സഹായിക്കാൻ യൂസഫും വന്നു. ആളുകൾക്കിടയിൽ പിറുപിറുക്കലുകൾ ഉയർന്നു. FIR തയ്യാറാക്കി പ്രേതം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ സിൽവിയുടെ മൃതദേഹം ക്ലീറ്റസിൻ്റെ ബംഗ്ലാവിൻ്റെ മുറ്റത്തിലെത്തി. പള്ളിയിൽ നിന്നും അച്ഛനെത്തി അന്ത്യകർമ്മങ്ങൾ തുടങ്ങി. 4 മണിയോടെ വിലാപയാത്രയായ മൃതദേഹം നീണ്ടകര പള്ളിയിൽ കൊണ്ടുവന്നു. പ്രശ്നങ്ങൾ ആരംഭിച്ചത് അവിടെയാണ്. നീണ്ടകരയിലെ മത്സ്യത്തൊഴിലാളികൾ സിൽവിയുടെ മൃതദേഹം അവിടെ അടക്കുന്നതിന് തടഞ്ഞു. പറ്റില്ലച്ചോ, കുറച്ച് നാൾ മുമ്പ് ഔസേപ്പിൻ്റെ മോള് റോസ്ലിനെ ആരാണ്ട് വെടിവെച്ച് കൊന്നിട്ട് പോലും ഇവിടെ അടക്കാൻ സമ്മതിക്കാത്ത പ്രമാണിമാരുണ്ട് ഇവിടെ. അവരൊക്കെ കനത്ത സംഭാവന തരുന്നവരായിരിക്കും. പക്ഷേ റോസ്ലിനെ അടക്കാൻ സമ്മതിക്കാഞ്ഞ പള്ളിപ്പറമ്പിലെ ക്ലീറ്റസ് മുതലാളിയുടെ മോളെ അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സേവിയറാണ് പറഞ്ഞത്. ഫാദർ ഇഗ്നേഷ്യസ് അമ്പരന്നു. സേവിയറെ, നീ ഇങ്ങനെയൊന്നും പറയരുത്. ശവശരീരത്തെ ആക്ഷേപിക്കരുത് കുഞ്ഞെ, ആ വയോവൃദ്ധൻ ശാന്തനായി പറഞ്ഞു. നേരത്തെ ഒരു ശവത്തെ ആക്ഷേപിച്ചപ്പോൾ അച്ഛനെന്താ അവരോടിത് പറയാഞ്ഞത്? അന്ന് ട്രസ്റ്റിയും മറ്റും പറഞ്ഞതിനെ എതിർക്കാനുള്ള ധൈര്യം അച്ഛനില്ലായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ ജനം ഏറ്റുപിടിച്ചു. എൻ്റെ മോളെ ഞാൻ ഇവിടെ തന്നെ അടക്കോടാ. വാഗോദം കെട്ട് ക്ലീറ്റസ് പാഞ്ഞെത്തി. എന്നാൽ അത് തന്നെ ഒന്ന് കാണട്ടെ മുതലാളി. നീണ്ടകരയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഒറ്റക്കെട്ടായി. സമ്പന്നരായ കുറേ പേർ ക്ലീറ്റസിൻ്റെ കൂടെയും ചേർന്നു. ഇതെന്നാ പോക്കരുത്തരാ, ശവം തടയുന്നു? ആ തടയും. ക്ലീറ്റസ് മുതലാളിയുടെ മോളെ തെമ്മാടിക്കുഴിയിലടക്കാം, അല്ലാതെ പറ്റത്തില്ല. പോലീസ് രംഗത്തെത്തി. നിങ്ങൾ ശാന്തരായി പിരിഞ്ഞു പോകണം. ശവസംസ്കാര ചടങ്ങിന് വിഘാതം സൃഷ്ടിക്കരുത്. SP മൈക്കിൾ ഉച്ചത്തിൽ പറഞ്ഞു. താൻ തൻ്റെ പണി നോക്കി പോടോ. പോലീസേ, ഇത് ഞങ്ങളുടെ പള്ളിക്കാരാ. എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം. പോലീസ് ഇതിൽ ഇടപെടണ്ട, ആരോ വിളിച്ചു പറഞ്ഞു. മൈക്കിളൊന്ന് വിളറി. സംഘർഷം മുറുകാൻ തുടങ്ങി. ഇനി ഏത് നിമിഷവും അടിവയ്ക്കാം എന്ന അവസ്ഥ വന്നു. ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. പോലീസിൻ്റെ അകമ്പടി പിടിച്ച് ശവം പള്ളി സെമിത്തേരിയുടെ മൂടിയാലും ഞങ്ങളത് മാന്തിയെടുക്കും. നിങ്ങളുടെ മുറ്റത്ത് കൊണ്ടുവന്ന് വയ്ക്കും ക്ലീറ്റസ് മുതലാളി. അത് പറഞ്ഞത് ഔദക്കുട്ടിയാണ്. ക്ലീറ്റസ് മൈക്കിളിനെ നോക്കി. എങ്കിൽ അത് തന്നെ ഒന്ന് കാണട്ടെ. തല്ലി ഓടിക്കുക എല്ലാത്തിനെയും. വേണ്ട, അച്ഛൻ ഇടപെട്ടു. പള്ളിയങ്കണത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. താൻ പോടോ കത്തനാരെ. ക്ലീറ്റസ് കൈ ചൂണ്ടി. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പ്രിയരെ, നമ്മുടെ കഥയ്ക്ക് ഇന്നത്തെ സമയം തീർന്നിരിക്കുകയാണ് കേട്ടോ. നാളെ നമുക്ക് വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് വരാമെന്നേ. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.